വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾസോ നിങ്ങൾ കമ്പനിയിൽ കണ്ടു കാണും. അപ്പോൾ ആ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ഒരു പ്രൈമർ ഇടുവാണ് ഫേസിൽ. ഞാൻ എൻ്റെ സ്കിൻ പ്രപ്പ് ഓൾറെഡി കഴിഞ്ഞതാണ്, സോ പ്രൈമർ ഇടുവാണേ. ഞാൻ പ്രൊഡക്റ്റിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ഇതൊരു അടിപൊളി സാധനമാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു 2000 രൂപ എടുത്ത് ചാകും, പക്ഷേ രക്ഷയുമില്ല. അതൊരു എന്താണ്, നമുക്കൊരു ലോങ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മേക്കപ്പ് ലോങ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതുക്ക സാധനമാണ്. സോ ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. പ്രൈമർ കഴിഞ്ഞു. ദെൻ ഞാൻ ഡയറക്റ്റ്ലി ഫൗണ്ടേഷനിലേക്ക് പോവാണ്. ബിക്കോസ് ഞാൻ എൻ്റെ അണ്ടർ ഐ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് അത്രയ്ക്കൊരു പ്രശ്നം ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതെയാണ് ഞാൻ ഇന്നത്തെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് ഇതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഫോർഎവറിൻ്റെ ആണ്, ഫോർഎവർ 52ൻ്റെ. അത് 2 പമ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഞാൻ കുറച്ച് അറിഞ്ഞായിരിക്കും എന്തിനാണ് കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ എന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ആദ്യം അണ്ടർ ഐൻ്റെ ഏരിയയിൽ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തുകൊണ്ടാണ് അണ്ടർ ഐൻ്റെ ഒരു ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന്. അതായത് കൺസീലർ നമ്മൾ ആക്ച്വലി ഈ ഒരു മേക്കപ്പ് ലുക്കിൽ യൂസ് ചെയ്യുന്നില്ല. അതാണ് ഈ മേക്കപ്പിൻ്റെ ഒരു ഭയങ്കര പ്രത്യേകത. നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഫിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ ഓക്കെ. ദെൻ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്യുവാണേ. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു BB ക്രീമാണ്. ഈ BB ക്രീം ആക്ച്വലി ഒരു ഗ്ലോ കിട്ടാനും ഫേസ് ക്ലിയർ ആണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു ഫൗണ്ടേഷനോ സാധനങ്ങളോ യൂസ് ചെയ്യണ്ട. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫേസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ്. നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒട്ടും ഉരയ്ക്കരുത് ഫേസിൽ. ഇങ്ങനെ ഡാബ് ചെയ്ത് നമ്മൾ കാണിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്യണേ. ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർഎവർ 52ൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് കണ്ണിലും നമ്മൾ ഒരുപോലെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ അലമ്പായിരിക്കും. നമ്മൾ
സൈഡിലേക്ക് നമ്മളത് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഈ കോർണറിലൊന്ന് നമ്മൾ വേറൊരു ഷെയ്ഡ് കൊണ്ടുവരികയാണ്. ബിക്കോസ് എൻ്റെ സാരീൻ്റെ കളർ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു കളറാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഔട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ദെൻ നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാനായിട്ട് ഇങ്ങനൊരു ജെൽ ഐലൈനറാണ് എടുക്കുന്നത്. ഈ കണ്ണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ കണ്ണും കൂടെ എഴുതട്ടെ. 2 കണ്ണും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഇച്ചിരി വ്യത്യാസം വന്നായിരുന്നു, അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ മേക്കപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ മേക്കപ്പിൻ്റെ ഏറ്റവും വലിയൊരു, ഈ ലുക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ നമ്മൾ ഹൈലൈറ്റർ പ്ലസ് ബ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കി എന്തൊരു അടിപൊളി ഒരു ലുക്കാണ് ഈ ഒരു ബ്ലഷിന് കിട്ടുന്നതെന്ന്. ദെൻ നമ്മൾ കുറച്ചൊരു ബ്ലഷ് ഇടണോ, ശക്കല വേണം. നമുക്കിത് ഈ ഒരു പീച്ച് കളർ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാവേ. ഇച്ചിരി കുറവാന്ന് തോന്നിയത് മാത്രം. ഓ, മൊത്തം പുള്ളിനെ പോലെ ആയിട്ട്. വേറൊരു ലിപ്സ്റ്റിക് കൂടെ മിക്സ് ചെയ്യാം. തൽക്കാലം ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. ദെൻ നമുക്ക് മസ്കാര ഇടാം. ഫേക്ക് ലാഷ് വെച്ച പോലെ നമ്മൾ മസ്കാര ചെയ്ത് നമ്മുടെ ലാഷിനെ ആക്കിയെടുത്തു. ആണോ? ഓക്കെ, കണ്ണ് വലുതായിട്ട് എഴുതി വെച്ചതിനോട് കാണാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലിപ്സ്റ്റിക്ക് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ വലിയൊരു അലമ്പില്ലെന്ന് തോന്നുന്നു. മൊത്തത്തിൽ നമ്മുടെ ലുക്ക് നോക്കിയിട്ട് നമുക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവേ. പിന്നെ ചെയ്യാനുള്ളത് അത്രേ ഉള്ളൂ. ഒരു പൊട്ട് കുത്തണം. ലിപ് ഗ്ലോസ് വേണമെങ്കിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഗ്ലോസും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഈ ലുക്ക് ഞാൻ ഈ ഒരു മേക്കപ്പ് വീഡിയോ എനിക്ക് ആക്ച്വലി ഇവിടെ വെച്ചിട്ടപ്പോൾ ഫിനിഷ് ചെയ്യാമല്ലോ.